നമുക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സന്തോഷവും സമാധാനവും എന്ന് പറയുന്ന രണ്ട് വാക്കുകളിൽ സമാധാനം ബോറടിക്കുന്നതായിപ്പോയി. സന്തോഷവും സമാധാനവും ഉണ്ടല്ലോ, ഇല്ല നിങ്ങൾ ചില അപ്പാപ്പന്മാരൊക്കെ വീടിൻ്റെ അറിയത്തിരിക്കുന്നുണ്ടല്ലോ, ഒരു 2 മണിക്കൂർ ഒറ്റിരിക്കുക, ചുമ്മാ ഇരിക്കും. നമുക്കിപ്പോൾ ചുമ്മാ ഇരിക്കാൻ വലിയ പാടാണ്. സന്തോഷം സമാധാനത്തിനകത്തെ സമാധാനം വല്ലാതെ ബോറിംഗ് ആയി തുടങ്ങിയത് കൊണ്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇത്തിരി സമാധാനം കൂടെ ആസ്വദിക്കാൻ പഠിച്ചാൽ, ഇത്തിരി ബോറടിക്കാൻ കൂടെ പഠിച്ചാൽ, കറണ്ട് പോയിട്ട് കറണ്ട് വരുമ്പോഴുള്ള സന്തോഷം ചുമ്മാ കറണ്ടുള്ളപ്പോൾ നിങ്ങൾക്കില്ലല്ലോ അല്ലേ? അരമണിക്കൂർ കറണ്ട് പോയിട്ട് ഇത് വരുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമില്ലേ? ആ സന്തോഷം നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഇതില്ലാത്ത അവസ്ഥകൾ എപ്പോഴും ഉണ്ടാകണം. കോൺസ്റ്റൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യപ്പെടുകയും കോൺസ്റ്റൻ്റ് ആയിട്ട് ഹാപ്പി ആയിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം നമ്മളെ ഇടയ്ക്ക് ഒരു ഇച്ചിരി ബോറടിക്കാൻ വിടുക. നല്ല ബോറടിയിലിരുന്ന ശേഷമൊക്കെ ഇറങ്ങിയാലേ ഇത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആളുകൾ, ഇപ്പം ഞാൻ പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആണ്, അവർക്ക് എല്ലാം അറിയാം. അവർ ഭയങ്കര അബാൻഡൻസ് എന്ന് പറയുന്നത്, അവർ അത്ര സമൃദ്ധിയിലും ഇവർക്ക് ചിലപ്പോൾ മാനസികമായ സന്തോഷത്തിൻ്റെ കുറവുണ്ട്. അത് നിരന്തരം സന്തോഷമായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണെന്നും തോന്നിയിട്ടുണ്ട്.